നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. ഇത് വലിയ വാർത്തയല്ലല്ലോ. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ആ സംസ്ഥാനത്തിലെത്തുമ്പോൾ ആ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തുന്നത് അത് വലിയൊരു പ്രത്യേകതയല്ല. അതിനെ വലിയ വാർത്തയാക്കാനും കാര്യമില്ല. കാരണം അത് ഒരു പ്രോട്ടോകോൾ പരമായിട്ടുള്ള നമ്മുടെ ഒരു രീതിയാണ്. അത് പ്രോട്ടോകോൾ ആണോ നിർബന്ധമാണോ എന്നൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്താം. എന്നാൽ സാധാരണ കണ്ടുവരുന്നത് രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ BJP സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നത് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ്. ചിലയിടത്തൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിൽ പോലും പ്രത്യേകിച്ച് കേരളത്തിൽ BJPയും മോദിയും ആജന്മ ശത്രുക്കളാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPMന്, പിണറായി വിജയന്റെ പാർട്ടിക്ക്. എന്നാൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് അങ്ങനെ എത്തുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ പ്രത്യേകതയില്ല, ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അപ്രതീക്ഷിതമായാണ് എത്തിയത് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തുകൊണ്ടായിരിക്കാം ഇദ്ദേഹം അപ്രതീക്ഷിതമായി എത്തിയത്? സാധാരണ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വരുമെങ്കിൽ അത് വളരെ നേരത്തെ നിശ്ചയിക്കപ്പെടുന്നതാണ്. വളരെ നേരത്തെ തന്നെ അത് പ്രോട്ടോകോൾ ഉൾപ്പെടുത്തും. അത് മാധ്യമങ്ങൾ അറിയും. മാധ്യമങ്ങൾ കൃത്യമായിട്ട് അത് നേരത്തെ വാർത്ത കൊടുക്കും. പ്രധാനമന്ത്രി എത്തുമ്പോൾ കേരളത്തിൻ്റെ ഗവർണറും കേരളത്തിലെ മുഖ്യമന്ത്രിയും അവിടെ സ്വീകരിക്കാൻ ഉണ്ടാകും എന്നുള്ള വാർത്ത വളരെ നേരത്തെ തന്നെ കൊടുക്കും. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. പകരം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത് P. രാജീവ് മന്ത്രിയെയായിരുന്നു. അതാണ് വാർത്തകൾ, മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരവും അങ്ങനെയാണ്. മുഖ്യമന്ത്രി വരാൻ സാധ്യതയില്ല, P. രാജീവിനെ ചുമതലപ്പെടുത്തി. P. രാജീവായിരിക്കും പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തുന്നത് എന്നാണ്. എന്നാൽ P. രാജീവ് അവസാന നിമിഷം മാറുകയും അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി അവിടെ എത്തുകയും ചെയ്തു. ഇതാണ് വളരെ ചർച്ചയാകുന്നത്. അതിലും വലിയ ചർച്ചയാകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിക്ക് വരണമെന്ന് തോന്നി വന്നു എന്നാണ്. പക്ഷേ ഈ വാർത്ത വന്നപ്പോൾ ആ വാർത്തകൾക്ക് താഴെ ഈ വാർത്ത വായിക്കുന്നവരുടെ കമൻറ്റുകൾ ധാരാളം വരുന്നുണ്ട്. ആ കമൻറ്റുകളാണ് വളരെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന്. കമൻറ്റുകൾ പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയുമായിരിക്കാം. ആ കമൻറ്റിനെ എടുത്ത് നിങ്ങൾ എന്തിനു വാർത്തയാക്കുമെന്ന് ചോദിച്ചേക്കാം. പക്ഷേ ആ കമൻറ്റിൽ ചില കാമ്പുള്ള കമൻറ്റുകൾ ധാരാളം വന്നിട്ടുണ്ട്. അതിൽ 1-2 കമൻറ്റുകളാണ്. അത് ഞാൻ അതിനെടുത്ത് ആരയച്ചു, ആരാണ് കമൻറ്റ് ഇട്ടതെന്ന് പറയുന്നില്ല. പക്ഷേ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി തന്നെയാണ് പാർട്ടിയിൽ. അതായത് വീണ വിജയന്റെ മാസപ്പടി കേസ് വളരെ ഗുരുതരമായി ഉള്ള കേസാണെന്നും അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അത് അന്വേഷണം ആരംഭിച്ചുവെന്നും അത് ഹൈക്കോടതി ചോദിച്ചപ്പോൾ കൃത്യമായിട്ടും ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും അതിന്റെ അന്വേഷണത്തിന്റെ വഴിയിലാണെന്നും ഒക്കെ തന്നെ ഹൈക്കോടതിയിലും അന്വേഷണ സംഘം പറയുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വലിയൊരു പ്രതിസന്ധിയാണ് പിണറായി വിജയന്റെ കുടുംബത്തിന്, പാർട്ടിക്ക് എന്ന് പറയുന്നതിനേക്കാളും പിണറായി വിജയന്റെ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും തൽക്കാലം തലയൂരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രധാനമന്ത്രിയെ വന്ന് നേരിട്ട് സന്ദർശിച്ച് ഒന്ന് സോപ്പിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒന്ന് സുഖിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഡൽഹിയിൽ പലതരത്തിൽ, പല തലങ്ങളിൽ, പല മേഖലകളിൽ ഇടപെടാൻ കഴിയും. അല്ലെങ്കിൽ ചെന്ന് ഇടപെടാൻ കഴിയില്ല. കാരണം നിങ്ങൾ പ്രധാനമന്ത്രി കേരളത്തിലൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇനി ഡൽഹിയിലോട്ട് വന്നിരിക്കുന്നത് കാര്യം സാധിക്കാൻ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എത്തിയത് എന്ന തരത്തിലുള്ള ചില കമൻറ്റുകൾ ധാരാളമായി വരുന്നുണ്ട്. എന്തായാലും ഈ P. രാജീവ് അവസാനം അദ്ദേഹം ഈ നെടുമ്പാശ്ശേരിയിൽ നിന്നും നാവികസേന വിമാനത്താവളത്തിൽ ഹെലികോപ്റ്ററിൽ എത്തിയപ്പോൾ അവിടെ സ്വീകരിക്കാൻ P. രാജീവ് എത്തി. പക്ഷേ അവിടെ എത്തേണ്ട 1-2 പേർ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും കൊച്ചിയുടെ മേയറായ M. അനിൽകുമാർ അവിടെ എത്തിയിട്ടില്ല. ഹൈബി ഈഡൻ MP അയാൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ TJ വിനോദ് എന്ന MLA അയാളും എത്തിയിട്ടില്ല. ഇവരെല്ലാം ഇതിൻ്റെ പ്രോട്ടോകോൾ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇവരെല്ലാം വരുമെന്നും സ്വീകരിക്കുമെന്നും അവർക്കെല്ലാം അവിടെ കയറാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. അതാണ് പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ അവരൊന്നും എത്തിയില്ല. എന്നാൽ എത്തില്ല എന്ന് പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി. അത് ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെയും
മോദിക്കെതിരെ സമരം ചെയ്യാൻ വലിയൊരു സന്നാഹങ്ങൾ തട്ടിക്കൂട്ടുന്ന ഈ പശ്ചാത്തലത്തിൽ അതിന് പ്രതിപക്ഷത്തിന്റെ കാല് പിടിച്ച് പ്രതിപക്ഷവും കൂടി ആ സമരത്തിൽ പങ്കെടുക്കണമെന്ന് അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഒരു വലിയ തന്ത്രജ്ഞത മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മോദിയെ സ്വീകരിക്കാൻ പിണറായി വിജയൻ തന്നെ, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ എത്തിയതിന്റെ പിന്നിൽ കാര്യം സാധിപ്പ് എന്ന് തന്നെയാണ് പൊതുവെ ജനം വിശ്വസിക്കുന്നതും അതാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്നതും.